എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു മാംഗോ പിക്കിളാണ്, മാങ്ങ അച്ചാറാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല രുചിയുള്ള ഒരു അച്ചാറാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം പുളിയുള്ള 3 ചെറിയ പച്ചമാങ്ങ എടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. പച്ചമാങ്ങ നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി തൊണ്ടോടുകൂടി തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. സമയമുള്ളവരാണെങ്കിൽ കൂടുതൽ സമയം വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചേർക്കുന്നത് നല്ലതാ, വെളിച്ചെണ്ണയും ചേർക്കാം. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച 4 പച്ചമുളക്, 10 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 കപ്പ് വരെ വിനാഗിരി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് നാളെ കേടുകൂടാതിരിക്കില്ല. ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറായതുകൊണ്ട് 1-2 ആഴ്ച വരെയൊക്കെ ഇരിക്കും. അച്ചാർ കുറച്ച് നാൾ കേടുകൂടാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അതുപോലെ എടുക്കുന്ന സമയത്ത് ഒട്ടും ജലാംശമില്ലാത്ത സ്പൂണും ഉപയോഗിച്ചിട്ട് അച്ചാർ എടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്